السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ ശ്രേഷ്ഠമായ റമദാൻ മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ് റബ്ബിൻ്റെ കലാം, അവൻ്റെ സംസാരം. അത് നമ്മുടെ കൈകളിലുണ്ട് എന്നത് അതിനോളം വലിയ മറ്റെന്ത് സൗഭാഗ്യമാണ്, എന്ത് വിജയമാണുള്ളത്, എന്തൊരവസരമാണുള്ളത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമായ ഖുർആൻ വന്നെത്തിയിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ, സന്മാർഗവും അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക് കാരുണ്യവുമായിട്ടുള്ള ഖുർആൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ പറയുക നബിയെ, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിലും അവൻ്റെ കാരുണ്യത്തിലും, അല്ലാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും മുഖേന, അവൻ നൽകിയ ഇസ്ലാമും അവൻ അവതരിപ്പിച്ച ഖുർആനും മുഖേന, ഫബിദാലിക ഫൽയഫറഹൂ, അത് മുഖേന അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ശേഖരിച്ചു കൂട്ടുന്നതിനേക്കാളെല്ലാം ശ്രേഷ്ഠം അതാണ്. നോക്കൂ, അള്ളാഹു ഖുർആൻ നൽകി എന്നത് മറ്റെന്ത് നമുക്ക് നൽകി എന്നതിനേക്കാളും വലുതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ദുനിയാവ് അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ നൽകിയിട്ടില്ലായിരുന്നു. എന്നാൽ ദുനിയാവ് കൂടുതലായി നൽകപ്പെട്ട ആളുകളിലേക്ക് നബിയെ താങ്കൾ നോക്കേണ്ടതില്ല, കാരണം താങ്കൾക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു അവൻ്റെ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അള്ളാഹു പറയുന്നത്, വലഖദ് ആതൈനാക സബഅൻ മിനൽ മഥാനി വൽ ഖുർആനൽ അദീം, ഓ നബിയെ, താങ്കൾക്ക് നാം ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ മഹത്തരമായ ഖുർആൻ നൽകിയിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ നൽകിയിരിക്കുന്നു. തൊട്ടുടനെ അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും വലാ തഹ്സൻ അലൈഹിം വഖ്ഫിദ് ജനാഹക ലിൽമുഅ്മിനീൻ. അതുകൊണ്ട് നബിയെ, താങ്കളുടെ കണ്ണുകളെ അവർക്ക് നാം നൽകിയിട്ടുള്ള ദുനിയാവിൻ്റെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളിലേക്ക്, അവരിൽ പല കൂട്ടർക്കും നാം നൽകിയിട്ടുള്ള ദുനിയാവിലേക്ക് താങ്കൾ നോക്കരുത്. വലാ തഹ്സൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ താങ്കൾ വേദനിക്കരുത്, വ്യസനിക്കരുത്. വഖ്ഫിദ് ജനാഹക ലിൽമുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് താങ്കളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. നോക്കൂ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ? അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഹിഫ്ദാക്കാനും
എല്ലാം അവസരമുണ്ടായോ, ദുനിയാവ് ഏറെ നൽകപ്പെട്ട ആരെക്കാളും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്കതിലൂടെ നൽകിയിട്ടുള്ളത്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. നോക്കൂ, അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, നൂറുൻ പ്രകാശം വന്നെത്തിയിരിക്കുന്നു, വകിതാബും മുബീൻ വ്യക്തമായ വിവരണങ്ങളുള്ള ഖുർആൻ വന്നെത്തിയിരിക്കുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഓ നബിയെ, താങ്കൾക്ക് നാം അവതരിപ്പിച്ച ബറക്കത്ത് നിറഞ്ഞ ഗ്രന്ഥമാണിത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഗ്രന്ഥം, അനുഗ്രഹീതമായ ഗ്രന്ഥം. അത് ഉറ്റാലോചിക്കാൻ, അവരതേക്കുറിച്ച് ചിന്തിക്കാൻ, ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കുവാൻ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലാണ്, ഈ ഖുർആനിലാണ് നമ്മുടെ എല്ലാ ഔന്നത്യവും ഉള്ളത്. നമുക്ക് അള്ളാഹു എല്ലാ പ്രതാപവും നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നാം ഈ ഖുർആനിനെ യഥാവിധി പിൻപറ്റുന്നുവോ അന്നാണ്. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. അള്ളാഹു പറഞ്ഞതുപോലെ, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും. ഓ നബിയെ, താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. ലഖദ് അൻസൽനാ ഇലൈക്കും, നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ, ഒരു ഗ്രന്ഥം, ഫീഹി ദിക്റുക്കും, അതിലാണ് നിങ്ങളുടെ ദിക്റുള്ളത്, നിങ്ങളുടെ ഔന്നത്യമുള്ളത്, നിങ്ങളുടെ എല്ലാ ഉയർച്ചയും അതിലാണുള്ളത്. അതോടൊപ്പം നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ അതിലാണുള്ളത്. ഈ ഖുർആൻ യഥാവിധി പഠിച്ച് മനസ്സിലാക്കുന്നുവോ, അതനുസരിച്ച് ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നുവോ, അവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉയർത്തുന്നതാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ. അല്ലാഹു ഈ കിതാബ് മുഖേന ഒരുപാട് ആളുകളെ ഉയർത്തുന്നതാണ്, പലരെയും അല്ലാഹു ഉയർത്തുന്നതാണ്. വയദഉ ബിഹി ആഖരീൻ, മറ്റു പലരെയും അല്ലാഹു ഈ കിതാബ് മുഖേന താഴ്ത്തുന്നതാണ്. നോക്കൂ, നമ്മുടെ മുൻഗാമികളെ, സഹാബത്തിനെ, അവർക്ക് ശേഷം വന്നവരെ, ധാരാളക്കണക്കിന് പണ്ഡിതന്മാരെ, അവരിൽ പലരും സാമ്പത്തികമായി ഒന്നുമല്ലായിരുന്നു, അവരിൽ പലരും പട്ടിണി പാവങ്ങളായിരുന്നു, അധികാരമോ സ്വാധീനമോ പണമോ ഒന്നുമില്ലാത്തവർ, അവരിൽ പലരും കേവലം അടിമകളായിരുന്നു, മനുഷ്യരുടെ തന്നെ അടിമകളായി സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ചവർ. പക്ഷേ ഈ ഖുർആനിലേക്ക് അവർ തിരിഞ്ഞപ്പോൾ, ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിലേക്ക് അവർ ചെന്നപ്പോൾ, അത് നുകർന്നപ്പോൾ, അതിൻ്റെ ആളുകളായപ്പോൾ, അള്ളാഹു അതാ അവരെ ഉയർത്തിയ ചരിത്രം, അവരുടെ കീർത്തി അള്ളാഹു ഒരുപാട് നൂറ്റാണ്ടുകൾക്കിപ്പുറവും തലമുറകൾക്കപ്പുറവും അള്ളാഹു നീട്ടിവച്ച, അള്ളാഹു ആ പ്രശസ്തിയെ ഉയർത്തിയ ചരിത്രം എത്രയാണ് നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. നോക്കൂ, ഇങ്ങനെ മറ്റേത് ഗ്രന്ഥമുണ്ട്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ, ഒരക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു കദാ വകദാ ഹസന لا أقول والحسنة بعشر أمثالها لا أقول ألف لام ميم حرف ولكن ألف حرف ولام حرف وميم حرف. ആരാണോ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഒരക്ഷരം പാരായണം ചെയ്തത്, അവന് അത് മുഖേന ഒരു പ്രതിഫലം ഉണ്ടായിരിക്കും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ആ ഒരു നന്മ അത് 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നോദിയാൽ അത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, മറിച്ച് അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. കേവലം അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 30 പ്രതിഫലമാണ്. അത് ഏറ്റവും ചുരുങ്ങിയതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനപ്പുറത്ത് വിശാലമായ ഇരട്ടിയായ പ്രതിഫലങ്ങൾ അള്ളാഹു അതിന് നൽകുന്നതാണ്. ഇങ്ങനെ മറ്റേത് ഗ്രന്ഥമുണ്ട്, ലോകത്ത് മറ്റേത് പുസ്തകം വായിച്ചാലാണ് സഹോദരങ്ങളെ ഈ വലിയ സൗഭാഗ്യം നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ റമദാനിൽ ഖുർആനിൻ്റെ കാര്യം നാം മറക്കാതിരിക്കുക, ഖുർആൻ ഓതാനുള്ള തീരുമാനമെടുക്കുക, ധാരാളമായി ഓതാൻ, സാധിക്കുന്നത്ര പാരായണം ചെയ്യാൻ. എത്ര ഓതിയോ അത്രയും ഖൈറാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. എത്ര പഠിച്ചുവോ അത്രയും നന്മയാണ്, എത്ര പഠിപ്പിച്ചുവോ അത്രയും നന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ശ്രേഷ്ഠമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ ആരാണോ പഠിക്കുന്നത്, ഖുർആൻ ആരാണോ പഠിപ്പിക്കുന്നത് അവനാണ്. യാ സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് കേട്ട നമ്മുടെ മുൻഗാമികൾ ഇത് പ്രാവർത്തികമാക്കിയത് എങ്ങനെയാണ്? ഈ ഹദീസ് നമുക്ക് ഉദ്ധരിച്ചു തരുന്ന മഹാനായ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിലും ഖുർആനിന് ചെയ്ത സേവനത്തിലും അങ്ങേയറ്റം അറിയപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ്. ജീവിതം ഖുർആനു വേണ്ടി മാറ്റിവെച്ച സഹാബത്ത് റളിയല്ലാഹു അൻഹും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ്റെ ഖിലാഫത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വിസ്തൃതി പ്രാപിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ഭരണവും അധികാരവും വിദൂരമായ ദേശങ്ങളിൽ ചെന്നെത്തിയതുപോലെ അതിനു മുമ്പ് ചെന്നെത്തിയിട്ടില്ലായിരുന്നു ഉമറിൻ്റെ കാലത്ത് പോലും. സുബ്ഹാനല്ലാഹ്, ഇബ്നു കസീർ പറയുന്നത് കാണാം, അതാ മഹാനായ ഖലീഫയുടെ ഖുർആൻ പാരായണത്തിൻ്റെ ബറക്കത്ത് കൊണ്ടാണ്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഒടുവിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോമ്പുകാരനായിരിക്കെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മഹാനായ സഹാബി കൊല്ലപ്പെട്ടത്, ഷഹീദായി മരിച്ചത്. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിൻ്റെ മുകളിൽ ഉസ്മാന്റെ രക്തം പതിഞ്ഞതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണോ ഒരാൾ ജീവിച്ചത് അങ്ങനെയായിരിക്കും അള്ളാഹു ഒരാളുടെ മരണം നിശ്ചയിക്കുക. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന പരമ്പരയിലുള്ള അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറയുകയാണ്, ദാകല്ലദീ അഖഅദനി മഖഅദി ഹാദാ, എന്നെ ഈ സുദീർഘമായി ഇരുത്തിയത് ആ ഹദീസാണ്. പതിറ്റാണ്ടുകൾ ആളുകളെ ഖുർആൻ പഠിപ്പിക്കാൻ മസ്ജിദിൽ അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ ഇരിക്കാനുണ്ടായ അദ്ദേഹത്തിനുണ്ടായ പ്രേരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് കൊച്ചുമക്കളെ, ചെറിയ കുഞ്ഞുങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്നവരെ, അവർക്ക് ഖുർആനിൻ്റെ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന, അത് കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുന്ന പ്രിയമുള്ള ഉസ്താദുമാരെ, എന്താണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ കാന ലഹു സവാബുഹാ മാ തുലിയത്. ആരാണോ ഖുർആനിലെ ഒരായത്ത് പഠിപ്പിച്ചത്, അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം, എത്ര നാളത് ആളുകൾ പാരായണം ചെയ്യുന്നു അത്ര കാലം അത് അദ്ദേഹത്തിന് പ്രതിഫലമുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുപോലെ ശ്രേഷ്ഠത മറ്റേത് ഗ്രന്ഥത്തിനുണ്ട്? ഒരായത്ത് പഠിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരൊട്ടകത്തെ വെറുതെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരായത്ത് ഹിഫ്ളാക്കുക. 2 എണ്ണം ഹിഫ്ളാക്കിയാൽ 2 ഒട്ടകങ്ങളെ നേടുന്നതിനേക്കാൾ, 3 എണ്ണമാണെങ്കിൽ 3 ഒട്ടകങ്ങളെ നേടുന്നതിനേക്കാൾ ഉന്നതമായ ഒരു സമ്പത്തും ഖുർആൻ കരസ്ഥമാക്കുന്നതിനോളം വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലഅൻ യഗ്ദുവ അഹദുക്കും കുല്ല യൗമിൻ ഇലൽ മസ്ജിദി ഫയതഅല്ലമ ആയതൈൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ ഖൈറുൻ ലഹു മിൻ നാഖതൈൻ വഇൻ സലാസുൻ ഫസലാസ് മിസ്ലു അഅദാദിഹിന്ന മിനൽ ഇബിൽ. ആരാണോ മസ്ജിദിലേക്ക് ചെന്ന് 2 ആയത്തുകൾ പഠിക്കുന്നത് 2 ഒട്ടകങ്ങളെ നേടിയെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണത്. 3 എണ്ണമാണെങ്കിൽ 3 ഒട്ടകങ്ങളെക്കാൾ എണ്ണം എത്രയാണോ അത്രയും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പ്രിയമുള്ളവരെ, മറ്റെന്തിനുണ്ട് ശ്രേഷ്ഠത? ഖുർആൻ ഒരുവൻ പഠിക്കുകയും അതിൽ നൈപുണ്യം നേടുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ മലായികത്തിൻ്റെ കൂടെയാണ് അവൻ്റെ സ്ഥാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അൽ മാഹിറു ഫിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യം നേടിയവൻ, ഖുർആൻ നന്നായി പഠിച്ചു മനസ്സിലാക്കിയവൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരായ ശ്രേഷ്ഠരായ മലക്കുകളോടൊപ്പമാണ്. വല്ലദീ യശുഖു അലൈഹിൽ ഖുർആൻ വയതതഅതഉ ഫീഹി. ആരാണോ ഖുർആൻ അത് പാരായണം ചെയ്യുന്നത്, ഖുർആനിൽ അവൻ അത്ര കഴിവില്ല, അവൻ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്നു. വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ. ഒരുവന് പ്രയാസമുണ്ട്, പ്രയാസത്തോടെ അവൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഫലഹു അജ്റാൻ, അവിടെ 2 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. ഒരാൾ പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞ് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്നു, അവന് 2 പ്രതിഫലമുണ്ട്. പാരായണത്തിൻ്റെയും അവൻ്റെ പരിശ്രമത്തിൻ്റെയും പ്രതിഫലം എന്ന് പറഞ്ഞാൽ നേരത്തെ ആദ്യം പറഞ്ഞ ആൾക്കാണ് ഉന്നതമായ സ്ഥാനമുള്ളത്. എന്നാൽ അത്രയും എത്തിയിട്ടില്ല എങ്കിലും അതിനുള്ള ശ്രമം നടത്തുന്നവൻ അവന് 2 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, പഠിച്ചവനെയും പഠിക്കാൻ ശ്രമിക്കുന്നവനെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കാൻ പരിശ്രമിക്കുക. ഖുർആൻ നമ്മുടെ മക്കളെ, നമ്മുടെ ഇളം തലമുറയെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകളിൽ ഒന്നെന്താണ്? അത് ഖുർആനിനെ കുറിച്ചാണ്. ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണത്. ഖുർആൻ പഠിച്ചയാൾക്ക് മുസ്ലിം ഉമ്മത്തിൽ പ്രത്യേകമായ സ്ഥാനമുണ്ട്. അവരോടുള്ള ആദരവ് ഒരുവൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമ ദി ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ ഗൈറിൽ ഗാലി ഫീഹി വൽ ജാഫി അൻഹു വഇക്റാമ ദി സുൽത്താനിൽ മുഖ്സിത്ത്. അള്ളാഹുവിനോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് ഒരു മുസ്ലിമായ പ്രായമേറിയ ഒരാളെ, ഇസ്ലാമിലായിക്കൊണ്ട് മുടി നരച്ച ഒരാളെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്. അതുപോലെ ഹാമിൽ ഖുർആൻ, ഖുർആനിൻ്റെ വാഹകനെ, അതിൽ അതിരുവിടാത്ത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെവിടെയോ അവിടെ ഖുർആനിൻ്റെ കാര്യത്തിൽ നിൽക്കുന്ന, അതുപോലെ അതിനെ അവഗണിച്ച് കളയാത്ത ഖുർആനിൻ്റെ വാഹകൻ, ഖുർആൻ പഠിച്ചവൻ, അവനെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് അവൻ്റെ ഉള്ളിലുള്ളത്, അവൻ്റെ നെഞ്ചകം അള്ളാഹുവിൻ്റെ കലാം നിറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട്. വൈഖറാമതി സുൽത്താനിൽ മുഖ്സിത്ത്, നീതിമാനായ ഒരു ഭരണാധികാരിയെ ആദരിക്കുക എന്നതും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം പഠിക്കാനും അത് ധാരാളമായി പാരായണം ചെയ്യാനും ഈ റമദാൻ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. പ്രിയമുള്ളവരെ, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം നാം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ റബ്ബിൻ്റെ ഖുർആൻ നാളെ പരലോകത്ത് നമുക്ക് ശുപാർശകനായി വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആനിൻ്റെ ആളുകൾക്ക് ശുപാർശകനായിക്കൊണ്ട് നാളെ പരലോകത്ത് ഖുർആൻ വരുന്നതാണ്. ഈ ഖുർആനിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഖുർആൻ പാരായണമാണ്. അത് ഓതിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം നീ പഠിച്ചാലും ഇല്ലെങ്കിലും ഓതിക്കൊണ്ടിരിക്കുക, കഴിയുന്നത്ര പാരായണം ചെയ്യുക. രണ്ടാമത്തെ ശ്രേഷ്ഠമായൊരു അമൽ ഖുർആൻ കേൾക്കുക എന്നതാണ്. ഖുർആൻ കേൾക്കാൻ ശ്രമിക്കുക, അത് ഓതുന്നവരിൽ നിന്ന് കേൾക്കുക, സുന്നത്തായ കാര്യമാണ്. മൂന്നാമത്തേത് ഖുർആൻ ഹിഫ്ളാക്കുക, ഖുർആൻ സാധിക്കുന്ന അത്ര മനഃപ്പാഠമാക്കുക. മുഴുവൻ മനഃപ്പാഠമാക്കാൻ സാധിച്ചാൽ വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം ഖുർആനിൽ തദബ്ബുർ നടത്തുക, ഖുർആൻ ഉറ്റാലോചിക്കുക. അള്ളാഹു അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഹൃദയത്തിൽ അത് ചിന്തിക്കാനും ശ്രമിക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ അമലാക്കുക എന്നതാണ്, ഖുർആൻ പ്രാവർത്തികമാക്കുക. അതാണ് ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ പരമമായ ലക്ഷ്യം. അതാണ് അള്ളാഹു എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് പ്രാവർത്തികമാക്കുക എന്നതാണ്. ഖുർആൻ ഒരാൾ ജീവിതത്തിൽ പാലിക്കുക, അള്ളാഹു ഖുർആനിൽ വിശ്വസിക്കാൻ പറഞ്ഞതിൽ വിശ്വസിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കുക, ഖുർആനിൽ അള്ളാഹു വിലക്കിയത് ഒരാൾ വെടിയുക. ഇതാണ് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനോളം വലിയ ലക്ഷ്യം മറ്റൊന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പാരായണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല, നീ ഖുർആൻ അവധാനതയോടെ പാരായണം ചെയ്യുക. ആ പാരായണം പ്രിയമുള്ളവരെ പഠിക്കേണ്ടവരാണ് നമ്മൾ. പല ആളുകളുമുണ്ട് മുസ്ലിം സമൂഹത്തിൽ, ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും, രാഷ്ട്രീയം ചോദിച്ചാലും, കായികം ചോദിച്ചാലും, എന്തെന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ആ കാര്യത്തിലൊക്കെ നന്നായി വാതോരാതെ സംസാരിക്കാൻ അവന് സാധിക്കും. എന്നാൽ മുസ്ഹഫ് മുന്നിൽ വെച്ച് ഒരു പേജ് തുറന്ന് ഇതൊന്ന് ഓതാൻ പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അവൻ്റെ സാമർഥ്യമോ അവൻ്റെ കഴിവോ അവൻ്റെ വാതോരാത്ത സംസാരമോ ഒന്നും കാണാനില്ല. അതിൻ്റെ മുന്നിൽ
യാതൊന്നും അറിയാത്തവനെ പോലെ അവൻ നിൽക്കുകയാണ്, തപ്പിത്തടഞ്ഞ് പാരായണം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ആവേണ്ടവരാണോ നമ്മൾ? ഇങ്ങനെ ആവേണ്ടവരാണോ നമ്മൾ? മറ്റെന്ത് ഏത് കാര്യത്തിൽ അറിവുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ കലാം അത് തെറ്റാതെ ഓതാൻ, അതിലെ അക്ഷരങ്ങൾ എവിടെ നിന്ന് വരണം, അവിടെ നിന്ന് വരുന്ന രൂപത്തിൽ പാരായണം ചെയ്യാൻ അറിയാത്തവരാണ് നമ്മളെങ്കിൽ എന്തു വിലയാണ് റബ്ബിൻ്റെ മുന്നിൽ നമുക്കുണ്ടാവുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പാരായണം പ്രിയമുള്ളവരെ പഠിക്കുക. ബാക്കിയെല്ലാം അറിഞ്ഞിട്ട് ഖുർആൻ അറിയാതിരിക്കുക, ഖുർആൻ ശരിക്കും ഓതാൻ അറിയാതിരിക്കുക. മറ്റു ചില ആളുകൾ ദീനിൻ്റെ തന്നെ വലിയ വലിയ വിഷയങ്ങളിൽ സംസാരിക്കും. ദീനിൻ്റെ വലിയ കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ വായിലൊതുങ്ങാത്ത, അവന് യോജിക്കാത്ത വിഷയങ്ങൾ സംസാരിക്കും. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞാൽ ധാരാളം തെറ്റുകൾ വരുത്തുന്നത് കാണാം. അല്ല പ്രിയമുള്ളവരെ, ആദ്യം പഠിക്കേണ്ടത് ആദ്യം പഠിക്കുക, ഖുർആൻ പഠിച്ചു തുടങ്ങുക. മതവിജ്ഞാനം പഠിക്കണോ? ഖുർആൻ പഠിക്കുക ആദ്യം. എല്ലാ വിജ്ഞാനവും അതിലാണുള്ളത്. അതുകൊണ്ട് ഖുർആൻ പാരായണം പ്രിയമുള്ളവരെ പഠിക്കുക. അതുപോലെ ഖുർആൻ കേൾക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു ഹറാമാക്കിയത് കേൾക്കാതെ അള്ളാഹു അനുവദിച്ചതും അള്ളാഹു നമുക്ക് ഏറ്റവും നന്മയായി നിശ്ചയിച്ചിട്ടുള്ളതുമായ ഖുർആൻ കേൾക്കുക. നിങ്ങൾ സംഗീതങ്ങളുടെ, ആളുകളെ മയക്കി കിടത്തുന്നത് പോലുള്ള കാര്യങ്ങളുടെ പിന്നാലെ, അതിനു പിന്നിൽ ചെവി കൊടുക്കാതെ അള്ളാഹുവിൻ്റെ ഖുർആൻ കേട്ടു നോക്കൂ നിങ്ങൾ. അത് ഹൃദയത്തിൽ ചലനമുണ്ടാക്കും. എത്ര എത്ര ആളുകളാണ് അള്ളാഹുവിൻ്റെ കലാം കേട്ട് അവരുണ്ടായിരുന്ന കുഫറും ശിർക്കുമെല്ലാം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എത്ര എത്ര തോന്നിവാസികളായിരുന്ന, പാപികളായിരുന്ന ആളുകളാണ് ഖുർആനിലെ ഒരു ആയത്ത് കേട്ടതിൻ്റെ പേരിൽ അവരുടെ തിന്മ ഉപേക്ഷിക്കുകയും നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ആളുകളാവുകയും ഈ ഉമ്മത്തിൻ്റെ ഇമാമുമാരാവുകയും വരെ ചെയ്തത്. അതുകൊണ്ട് ഖുർആൻ അത് കേൾക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ അത് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അങ്ങനെ സഹാബിയിൽ നിന്ന് നബി അത് കേൾക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട അടുത്ത കാര്യം ഖുർആൻ ഹിഫ്ളാക്കുക എന്നതാണ്. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അതിന് സഹോദര നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതിനൊന്ന് പരിശ്രമിച്ചു നോക്കൂ. നിന്റെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് മറ്റൊരു മനോഹരമായ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചതായി നിനക്ക് കാണാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ ധാരാളക്കണക്കിന് പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. നിന്റെ അലസതയും നിന്റെ ക്ഷീണവുമെല്ലാം എങ്ങോ പോയി മറഞ്ഞതുപോലെ നിനക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒന്ന് പഠിക്കാൻ നീ ശ്രമിച്ചാൽ അത് എളുപ്പമാണ്. അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. അള്ളാഹു പറയുന്നു, ഈ ഖുർആൻ നാം പഠിക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് ആരുണ്ട് പഠിക്കാൻ? എന്താണ് ഖുർആൻ ഹിഫ്ളാക്കിയവനുള്ള പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ ഇഖ്റ വർഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. പരലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് പറയപ്പെടും, ഖുർആൻ പഠിച്ചവനോട് നീ പാരായണം ചെയ്യുക, ഉയർന്നു പോയിക്കൊള്ളുക. നിന്റെ സ്വർഗത്തിലെ സ്ഥാനം നീ ഓതുന്ന ഖുർആൻ എവിടെ അവസാനിക്കുന്നോ അവിടെയാണ്. നീ സാവധാനം ഓതിക്കൊള്ളുക എന്ന് പറയുകയാണ്. ഖുർആൻ മക്കളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ. ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് ആദരവിൻ്റെ, ദുനിയാവിൽ ഒന്നിനും അതിനോട് കിടപിടിക്കാൻ സാധിക്കാത്ത വസ്ത്രം അല്ലാഹു പുതപ്പിക്കുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയുക്സാ വാലിദാഹു ഹുല്ലതൈനി ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ് ദുനിയ. ദുനിയാവിലെ ഒരാളും ഒന്നും തന്നെ കിടപിടിക്കാൻ സാധിക്കാത്ത അത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അല്ലാഹു ഖുർആൻ പഠിച്ചവൻ്റെ മാതാപിതാക്കൾ അണിയിക്കുന്നതാണ്. അവർ രണ്ടുപേരും ചോദിക്കും, ബിമ കുസീന ഹാദ, എന്തിനാണ് ഞങ്ങൾക്കിത് അണിയിക്കപ്പെട്ടത്? ഫയുഖാലു ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങൾ രണ്ടുപേരുടെയും സന്താനം ഖുർആൻ പഠിച്ചത് കാരണത്താലാണിത്. ثم يقال له, എന്നിട്ട് ഈ ഖുർആൻ പഠിച്ചവനോട് പറയപ്പെടും, ഇഖ്റ വസ്അദ് ഫീ ദറജിൽ ജന്നതി വഗുറഫിഹാ ഫഹുവ ഫീ സുഊദിൻ മാ ദാമ യഖ്റ ഹദ്ദൻ കാന ഔ തർതീല. ഓതിക്കോളൂ, നീ ഉയർന്നു പോയിക്കോളൂ എന്ന് പറയപ്പെടും. അവൻ സാവധാനം ഓതിയാലും വേഗത്തിൽ ഓതിയാലും എവിടെ ഓതി അവസാനിക്കുന്നോ അതുവരെ
സ്വർഗത്തിലെ മണിമേടകൾക്ക് മുകളിലൂടെ, അതിലെ ദറജകൾക്ക് മുകളിലൂടെ അവൻ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, മക്കൾ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർ ഖുർആൻ പഠിക്കാതെ പോകരുത്, ഖുർആൻ അറിയാത്തവരായി പോകരുത്. അള്ളാഹുവിൻ്റെ കലാം ഓതാൻ മുന്നിൽ വെച്ചു കൊടുത്താൽ തപ്പിത്തടയുന്ന, ഒന്നും അറിയാത്തവരെ പോലെ, നന്നായി മറ്റുള്ള ഭാഷകൾ സംസാരിക്കുന്ന, നന്നായി കണക്കറിയുന്ന, നന്നായി മറ്റുള്ള ശാസ്ത്രം അറിയുന്ന നമ്മുടെ മക്കളായി പോകരുത്. അത് ദൗർഭാഗ്യമാണ് പ്രിയമുള്ളവർ. അവരെ ഖുർആൻ പഠിപ്പിക്കും നിങ്ങൾ, അവർ ഖുർആൻ പഠിക്കട്ടെ. ആ കുഞ്ഞുമക്കൾ അവരുടെ നാവിലൂടെ, അവരുടെ ഇളം ശബ്ദത്തിലൂടെ ഖുർആൻ പുറത്തേക്ക് വരുന്ന ആ കാഴ്ച തന്നെ എന്തു ഭംഗിയുള്ള കാഴ്ചയാണ്. അവർ ഖുർആൻ പഠിക്കുന്നത് കേൾക്കാൻ തന്നെ എന്തു ഭംഗിയാണ്. അതുകൊണ്ട് പഠിക്കട്ടെ മക്കൾ, നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിക്കട്ടെ. നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യമായിരുന്നു അത്. ചെറിയ മക്കളെ അവർക്ക് ഓതാൻ ഒക്കെ സാധിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ ഖുർആൻ പഠിപ്പിക്കുക എന്നത്, അതിൽ സഹോദരങ്ങൾ അലംഭാവം കാണിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മുഖേന വലിയ നന്മകളാണ് ഇരുലോകത്തും നമുക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരുക്കി വെക്കുക. നോക്കൂ, ഖുർആനുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ ഉറ്റാലോചിക്കുക, അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആൻ ഉറ്റാലോചിക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങൾ താഴിട്ട് വച്ചിരിക്കുകയാണോ? അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഉറ്റാലോചിക്കണം നമ്മൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഅമ്മ തഅമ്മുലു ഫിൽ ഖുർആൻ ഫഹുവ തഹ്ദീഖു നാദിറിൽ ഖൽബി ഇലാ മആനീഹി വജംഉൽ ഫിക്രി അലാ തദബ്ബുരിഹി വതഅഖുലിഹി وهو المقصود بإنزاله لا مجرد تلاوته بلا فهم ولا تدبر. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അത് അർത്ഥമറിയാതെ പാരായണം ചെയ്യുക എന്നതല്ല. ശരിയാണ്, അതിന് പ്രതിഫലമുണ്ട് അർത്ഥമറിയാതെയുള്ള പാരായണത്തിനും. എങ്കിലും അള്ളാഹു അത് ഉറ്റാലോചിക്കാനാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഹൃദയം അതിലേക്ക് തിരിച്ചുകൊണ്ട്, ഹൃദയം ആ ഖുർആനിലേക്ക് തിരിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾ ആലോചിച്ചുകൊണ്ട് അത് പഠിക്കണം. അതിനുവേണ്ടി എന്തു വേണം? നമ്മൾ ഖുർആനിൻ്റെ ഭാഷ നമ്മൾ പഠിക്കണം, അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കണം. എങ്കിലാണ് തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും തെറ്റായ ചിന്തകളിലേക്കും നമ്മൾ പോകാതിരിക്കുക. ഖുർആനിൻ്റെ വിശദീകരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സഹിഹായ സനദോടെ വന്ന ഹദീസുകൾ മുഴുവൻ ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണമാണ്. അതൊന്നും തന്നെ ഖുർആനിന് ഒരിക്കലും എതിരാവുകയില്ല, മറിച്ച് അതെല്ലാം ഖുർആനിൻ്റെ ആശയം പൂർത്തീകരിക്കുന്നതും ഖുർആനിൻ്റെ ആശയം വിശദീകരിച്ചു തരുന്നതുമാണ്. അതുകൊണ്ട് ആ പാതയിൽ ഖുർആനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി ഈ ദീനിൻ്റെ മറ്റുള്ള വിജ്ഞാനങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹദീസുകൾ പഠിക്കാൻ, ഖുർആനിൻ്റെ തഫ്സീറുകൾ പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഹൃദയത്തിന് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം ഖുർആനിൽ ഇല്ലാത്ത ഏത് നന്മയാണുള്ളത്? ഖുർആനിലെല്ലാ നന്മകളും അതിലേക്കുള്ള വഴികളും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിൽ തിന്മകളും അതിലേക്കുള്ള വഴികളും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? അതിൽ നിന്ന് താക്കീത് നൽകുവാൻ. നോക്കൂ, ഏതേത് നന്മയുണ്ടോ ഖുർആനിൽ അതുണ്ട്, ഒന്നുകിൽ വിശദമായി അല്ലെങ്കിൽ സൂചനയിലൂടെ. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. തിന്മകളെക്കുറിച്ചുള്ള താക്കീതുകൾ എല്ലാം ഖുർആനിലുണ്ട്, ഒന്നുകിൽ വിശദമായി അല്ലെങ്കിൽ സൂചനകളിലൂടെ. അതിൻ്റെ വിശദാംശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. സൗഭാഗ്യത്തിൻ്റെ നിധികൾ ഖുർആനിലുണ്ട്. ഈമാനിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ദുനിയാവും പരലോകവും സ്വർഗവും നരകവും അതിൻ്റെ ചിത്രം നിനക്ക് ഖുർആൻ പരിശോധിച്ചാൽ നിന്റെ മനസ്സിൽ പതിയും. അതാ പഴയകാല ഉമ്മത്തുകൾ, ജനസമൂഹങ്ങൾ, അവർക്കെന്തു പറ്റി, എന്താണ് അവർക്ക് സംഭവിച്ചത്, എവിടെയാണ് അവർക്ക് പാളിപ്പോയത്, അവരുടെ കഥകളിൽ ഗുണപാഠങ്ങൾ എന്തുണ്ട്? ആ സമൂഹങ്ങൾക്ക് മുന്നിൽ, അവർക്ക് നടുവിൽ ഖുർആൻ നിന്നെ കൊണ്ടുചെന്ന് നിർത്തുന്നതാണ്. നീ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നുപോയാൽ അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച്, അവൻ്റെ ഔദാര്യത്തെക്കുറിച്ച്, അവൻ്റെ പേരുകളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അവനിലേക്കുള്ള വഴിയെക്കുറിച്ച് ഖുർആൻ നിനക്ക് പറഞ്ഞു തരും. ജനങ്ങൾ എവിടെയാണ് ഒരുമിച്ച് ചേർന്നത്, അവർക്കുള്ള യോജിപ്പിൻ്റെ വഴി എന്താണ്, അവർ ഭിന്നിച്ചു പോകാനുള്ള കാരണങ്ങൾ എന്താണ്, ഖുർആൻ നിനക്ക് കാട്ടിത്തരും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അത് അറിയാതെ ഒരു മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അത്യന്താപേക്ഷിതമാണ് ഓരോ മനുഷ്യനും അതറിഞ്ഞിരിക്കൽ. ഈ 6 കാര്യങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. 1 റബ്ബിനെ കുറിച്ചാണ്, 2 ആ റബ്ബിലേക്കുള്ള വഴിയാണ്, 3
ആ വഴിയിലൂടെ നീ റബ്ബിൻ്റെ അരികിലെത്തിയാൽ അള്ളാഹു നിനക്ക് എന്താണ് നൽകാനിരിക്കുന്നത്, എന്തൊക്കെ നന്മകളാണ്, അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ, അടുത്ത 3 കാര്യങ്ങൾ ഇതിൻ്റെ നേർ വിപരീതമാണ്. പിശാചിനെ കുറിച്ച്, പിശാചിൻ്റെ ദഅവത്തിനെ കുറിച്ച് അവൻ നിനക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ആ വഴി എന്താണ്, ആ മാർഗമേതാണ്, അത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ആ പിശാചിൻ്റെ വിളിക്കുത്തരം നൽകിയാൽ നിന്നെ നാളെ കാത്തിരിക്കുന്ന ദുരന്തം എത്ര വലുതാണ്, അതെന്താണ്, എന്തു പരാജയമാണ്, ഏതുതരം ശിക്ഷയാണ് നിന്നെ കാത്തിരിക്കുന്നത്, അതും ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ വിവരിച്ചിരിക്കുന്നു. ഖുർആനിൽ തൗഹീദുണ്ട്, അതിൻ്റെ തെളിവുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലുകളെ കുറിച്ചുണ്ട്, അവരുടെ സത്യസന്ധത വിവരിക്കുന്ന കാര്യങ്ങളുണ്ട്, അവരോടുള്ള ബാധ്യതയുണ്ട്. മലായിക്കത്തിനെ കുറിച്ചുണ്ട്, ഈ ലോകം അതിൻ്റെ തുടക്കം എന്താണ്, അതിൻ്റെ ഒടുക്കം എന്താണ്, ഇതിൻ്റെ ഉമ്മയുടെ വയറ്റിലായിരിക്കെയുള്ള സ്ഥിതിയും നിന്റെ മരണസമയത്തുള്ള കാര്യവും ഖുർആനിലുണ്ട്. ഹലാലും ഹറാമുമുണ്ട്, ഉപദേശങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, കഥകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ചുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുണ്ട്. തുടക്കമുണ്ട്, ലക്ഷ്യമുണ്ട്. പരലോകത്തേക്ക് നിന്നെ ഒരുക്കാൻ, അതിനുവേണ്ടി നീ തയ്യാറെടുക്കാൻ നിന്നെ പ്രാപ്തനാക്കുന്ന കാര്യങ്ങളുണ്ട്. നീ പിന്നോട്ടടിക്കുമ്പോഴെല്ലാം നിന്നെ മുന്നോട്ട് വിളിക്കുന്ന, നീ സാവധാനത്തിലായി പോയാലെല്ലാം വേഗം ചെല്ലാൻ നിന്നോട് പറയുന്ന വാക്കുകൾ, ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ കാണാം. അതുകൊണ്ട് അത് ഉറ്റാലോചിക്കുക, പഠിക്കുക. അവസാനത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഖുർആനിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബിയുടെ ജീവിതം ഖുർആനാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്നറിയണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനസ്സിലാക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ, ഈ ഖുർആൻ ഒരു പാശമാണ്, ഒരു കയറാണ്. തറഫുഹു ബിയദില്ലാഹ്, അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വതറഫുഹു ബിഐദീകും, അതിൻ്റെ മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലാണ്. ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികൂ ബഅദഹു അബദ. അതുകൊണ്ട് ആ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയോ നിങ്ങൾ ഒരിക്കലും അതിനുശേഷം നശിച്ചു പോവുകയോ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാകണോ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനമായി ഞാൻ പറയട്ടെ, ഈ ഖുർആൻ അത് പരിശുദ്ധമാണ്, ശുദ്ധമാണ്, അത് ഏറ്റവും പരിശുദ്ധമാണ്. അതിലൊരു ബാത്തിൽ പോലും, ഒരു തെറ്റുപോലും ഒരു നിലക്കും ഒരു വഴിയിലൂടെയും കടക്കുകയില്ല. അതുകൊണ്ട് ആ ഖുർആൻ യഥാവിധി ഉൾക്കൊള്ളണോ, നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കുക, ഹൃദയത്തിലെ കറകൾ നമ്മൾ മായ്ച്ചു കളയുക, അത് ശുദ്ധീകരിക്കാൻ നാം തയ്യാറാകുക, സത്യസന്ധതയോടെ ആ ഖുർആനിലേക്ക് ചെല്ലുക. എങ്കിലാണ് ഖുർആൻ പിൻപറ്റാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്താ? ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പരിശുദ്ധരായവരല്ലാതെ അത് സ്പർശിക്കുകയില്ല. ലൗഹുൽ മഹ്ഫൂൽ, ഖുർആൻ ആ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. പരിശുദ്ധരായവരല്ലാതെ ആ ഖുർആൻ സ്പർശിക്കുകയില്ല, ശ്രേഷ്ഠരായ അള്ളാഹുവിൻ്റെ മലായിക. അതുപോലെ മുസ്ഹഫ്, അത് ശുദ്ധിയോടെയാണ് നാം സ്പർശിക്കുക. വുദൂ ചെയ്തുകൊണ്ടാണ് നാം മുസ്ഹഫ് കയ്യിലെടുക്കുക. നോക്കൂ നിങ്ങൾ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാചകം നോക്കൂ നിങ്ങൾ. ഫഇദാ കാന വറഖുഹു ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ ഫമആനീഹി ലാ യഹ്തദി ബിഹാ ഇല്ലൽ ഖുലൂബു ത്വാഹിറ. ഖുർആനിൻ്റെ അതിൻ്റെ പേജുകൾ, അതിൻ്റെ കടലാസുകൾ ശുദ്ധരായവരല്ലാതെ സ്പർശിക്കുകയില്ല എങ്കിൽ അതിൻ്റെ ആശയം പരിശുദ്ധമായ ഹൃദയങ്ങളിലല്ലാതെ കടന്നു ചെല്ലുകയില്ല. ശുദ്ധമായ ഹൃദയങ്ങൾക്കല്ലാതെ അതിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ സാധ്യമല്ല. വഇദാ കാനൽ മലകു ലാ യദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ ഫൽമആനി അല്ലതി തുഹിബ്ബുഹൽ മലായികതു ലാ തദ്ഖുലു ഖൽബൻ ഫീഹി അഖ്ലാഖുൽ കിലാബിൽ മദ്മൂമ. ഒരു നായ കടന്നു കയറിയ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ കടന്നു കയറുകയില്ല എങ്കിൽ ആ ജന്തുവിനെ പോലെ, മോശമായ ആ ജന്തുവിൻ്റേതുപോലെയുള്ള സ്വഭാവങ്ങൾ ഹൃദയങ്ങളിലുള്ളവരാരോ, ആ ഹൃദയങ്ങളിൽ ആ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ആശയം, നന്മയുടെ ആശയം കടന്നു ചെല്ലുകയില്ല. ചില വൃത്തികെട്ട ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ദലാലത്ത് മാത്രമേ വർദ്ധിക്കുകയുള്ളൂ, ഹിദായത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല മനസ്സുമായി നന്മയിലേക്ക് എത്തണമെന്ന ചിന്തയുമായി ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് തിരിയുക, പാരായണം ചെയ്യുക, കേൾക്കുക, ഉറ്റാലോചിക്കുക, സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കുക. എല്ലാറ്റിനുമുപരി അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും
നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بلغنا رمضان ونحن في صحة وعافية، ووفقنا فيه للصيام والقيام وقراءة القرآن والأعمال التي تحبها وترضى عنها يا رب العالمين. وصلى الله وسلم على نبينا محمد.